അവനൊരിക്കലും ആ കമ്പനിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് SMB ബിസിനസ്സുകളുള്ള കമ്പനികളാണെങ്കിൽ നമുക്കൊരു ഫിനാൻസ് മാനേജർ വേണം, നമുക്കൊരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, അതുപോലെ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കോറായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണം. അത് നമുക്കിപ്പോൾ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു മിനി ഇൻ്റഗ്രേറ്റേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓണേഴ്സിൻ്റെ തലയിലേക്ക് വരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ഓൾമോസ്റ്റ് അബുദാബി അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ ലോകത്തിലുള്ള ഓൾമോസ്റ്റ് ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. അവനൊരിക്കലും ആ കമ്പനിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് സിസ്റ്റം ഇല്ലായ്മയാണ് മാറി ചിന്തിക്കാൻ. അതായത് ഡാറ്റ ഇല്ല അവൻ്റെ കയ്യിൽ, അവനടക്കം ഒരു എംപ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകും. എന്നൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവരൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവണം, സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാവണം. സ്റ്റോറേജ് സിസ്റ്റം ഇമ്പോർട്ടൻസ് എന്താ? ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ ഡാറ്റ പോയാൽ പോയി കഴിഞ്ഞു. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ആസ് ആൻ ഓണറിനെ സംബന്ധിച്ച് ഒരു വിഷണറിയാണ് അയാളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ആ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അയാളെ ട്രസ്റ്റ് ചെയ്ത് എത്ര കസ്റ്റമേഴ്സ് ഉള്ളത്? ഇപ്പോൾ ഷറഫിന്റെ ബിസിനസ്സിന് എത്ര കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു എംപ്ലോയി അങ്ങനെ ചെയ്ത് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഡാറ്റനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനെന്ത് വേണം? സിസ്റ്റം ബിൽഡ് ചെയ്യണം. സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ട സാധനമാണ് ടെക്നോളജി. ഈ ടെക്നോളജി ചെയ്യണം എന്താണ്? റിസ്ക് കുറക്കുന്നു, നമ്പർ ഓഫ് ഹസാർഡ്സ് കുറയ്ക്കുന്നു. ഐ മീൻ വരാനിരിക്കുന്ന പ്രോബ്ലംസിന് ഒരുപാട് സൊല്യൂഷൻസ് ഓൾമോസ്റ്റ് കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൂപ്പ് വർക്കിംഗ് ആണ്. ലൈക്ക് ഒരുത്തൻ ചെയ്യുന്ന പണി തന്നെ വേറൊരുത്തൻ ചെയ്തുകൊണ്ടിരിക്കും, അവൻ ചെയ്യുന്ന പണി തന്നെ അടുത്തവൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പണി തന്നെ 4 പേര് ചെയ്യാനാണെങ്കിൽ അവരുടെ പണിയിലൂടെ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതിനൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ ആരുടെ ഭാഗത്താണ് ഈ പ്രോബ്ലം നമുക്ക് വ്യക്തമായി കണ്ടുപിടിച്ച് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറേ എംപ്ലോയീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്തില്ലെങ്കിൽ അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർസ് വേണം നമ്മൾ പറയുന്നുണ്ട്. എൻറ്റയർലി കമ്പനി നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ CR കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷറഫ് സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് CRM ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെർവർ സെറ്റപ്പും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസും ഓൾമോസ്റ്റ് ഓണേഴ്സിന് അറിയില്ല. അവരെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഒരു ടീം IT ടീമിനെ വെച്ചിട്ട് എൻറ്റയർലി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ഡാറ്റ കംപ്ലൈൻറ്റ് ആയാൽ ഇപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവറിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും ഒരു ഡെസ്ക്ടോപ്പ് വെച്ചാലും ഒരു സെർവറിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതി മിക്ക ആളുകൾക്കുള്ളത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പിന് ഒരു 24/7 വർക്ക് ചെയ്യുന്നതിന് ഡേയ്സിന് പരിമിതിയുണ്ട്. അതിൻ്റെ ബോർഡ്, അതിൻ്റെ പവർ സപ്ലൈ, ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ സെർവർ 2 വർഷം ഒറ്റ ടേൺ ഓണിൽ ഓടിക്കഴിഞ്ഞാലും അതിനൊരു കുഴപ്പമില്ല. അതിന് അത്ര എഫിഷ്യൻസി ഉള്ള പ്രൂവൺ ചെയ്ത ബോർഡും പവർ സപ്ലൈസും ആണ് വരുന്നത്. മാത്രമല്ല അതിന് നെക്സ്റ്റ് ബിസിനസിൻ്റെ സർവീസും കിട്ടും. അതാണ് സെർവർ വെക്കുന്നതിൻ്റെ കാരണം. അതിലുള്ള ഹാർഡ് ഡിസ്കുകൾ ഇതെല്ലാം എൻ്റർപ്രൈസാണ്, എയർ ടൈറ്റഡ് ആണ്, എത്ര നോയ്സ് ക്യാൻസൽഡ് ആണ്, എത്ര നേരം വർക്ക് ചെയ്താലും അതിനൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് നോർമൽ ഡെസ്ക്ടോപ്പിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബിക്കോസ് അതിന് അത്രയുള്ള കൺസ്യൂമർ സൈഡിലാണ്. സെർവർ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരു ഹൈ കപ്പാസിറ്റി അതിന് വേണ്ടി ബിൽഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് യൂസേഴ്സ് അനുസരിച്ചാണ് നമ്മൾ സെർവറിനെ തിരിക്കുന്നത്. നമ്മൾ എത്ര യൂസേഴ്സ് അതിനെ അക്കോമഡേറ്റ് ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുക, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെർവറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ വേറെ ഒരുത്തന്നെ ഡെസ്ക്ടോപ്പ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെ.